ബോളിവുഡിന്റെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാന്റെ പുതിയ ചിത്രം സിതാരെ സമീൻ പർ എന്ന ചിത്രത്തിനായി കാത്തിരിപ്പിലാണ് സിനിമാ ലോകം. ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ്. 2007 പുറത്തിറങ്ങിയ താരെ സമീൻ പർ എന്ന ചിത്രത്തിന്റെ തുടർച്ചയായ അമീർ ഖാൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രമാണിത്. ബോളിവുഡ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് സിതാരെ സമീൻ പർ. ലാൽ സിംഗ് ചദ്ദയുടെ പരാജയത്തിനു ശേഷം അമീർ ഖാൻ തിരിച്ചെത്തുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രം കൂടിയാണിതെന്നാണ് സൂചനകളും പറയുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറും വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് സിനിമാ ലോകം സ്വീകരിച്ചത്. അമീറിനൊപ്പം ജനീലിയ ഡിസൂസയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. അമീർ ഖാൻ പ്രൊഡക്ഷൻ സിതാരെ സമീൻ പർ എന്ന ചിത്രത്തിലൂടെ 10 പുതുമുഖ അഭിനേതാക്കളെയും അവതരിപ്പിക്കുകയാണ്. RS പ്രസന്നയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ ആഴ്ച റിലീസ് ചെയ്യാനിരുന്ന ചിത്രത്തിന് സെൻസർ ബോർഡിൽ നിന്നും ഇതുവരെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നൊരു റിപ്പോർട്ടുകൾ അതിനിടയിൽ ചർച്ചയായിരുന്നു. ഇന്ത്യൻ റിലീസ് പ്രതിസന്ധി മറികടന്ന് അമീർ ഖാന്റെ പുതിയ ബോളിവുഡ് ചിത്രം ജൂൺ 20 തന്നെ തിയേറ്ററുകളെത്തുമെന്ന സന്തോഷ വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സിനിമയിൽ നിന്നും 2 സീനുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. എന്നാൽ നടനും ചിത്രത്തിന്റെ നിർമ്മാതാവുമായ അമീർ ഖാൻ അത് നിരസിച്ചതിനെ തുടർന്നാണ് ചിത്രത്തിന്റെ റിലീസ് പ്രതിസന്ധിയിലായത്. എന്നാൽ CBFC അംഗങ്ങളുമായി നടത്തിയ യോഗത്തിൽ വിഷയം പരിഹരിക്കുകയാണുണ്ടായത്. ചിത്രത്തിന് അന്തിമ അനുമതി ലഭിച്ചതായും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ചിത്രത്തിലെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മമായാണ് എടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ ഓരോ കഥാപാത്രത്തിനും ഓരോ സംഭാഷണങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിനാൽ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ചിത്രത്തിൽ വരുത്തിയാൽ ചിത്രം പ്രേക്ഷകർക്ക് നൽകുന്ന ആശയത്തിൽ തന്നെ മാറ്റം വരുമെന്ന നിലപാടിലായിരുന്നു അമീർ ഖാൻ. CBFCയുടെ ക്ലിയറൻസ് ഇല്ലാതെ ചിത്രം ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കില്ല. അമീർ ഈ ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണാനുള്ള പദ്ധതിയായിരുന്നു ഇതിനിടയിൽ ഉണ്ടായിരുന്നത്. ചിത്രത്തിന്റെ പിന്നിലെ സൃഷ്ടിപരമായ ഉദ്ദേശം വിശദീകരിക്കാനും എഡിറ്റുകളില്ലാതെ ചിത്രം റിലീസ് ചെയ്യാൻ ബോർഡിനെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ഇന്ത്യൻ റിലീസ് മാത്രമാണ് പ്രതിസന്ധിയിലുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ഫിലിം ക്ലാസിഫിക്കേഷൻ ചിത്രത്തിന് UK റിലീസ് ചെയ്യാനുള്ള അനുമതി നേരത്തെ നൽകിയിരുന്നു. സിനിമയ്ക്ക് 12A റേറ്റിംഗ് ആണ് BBFC നൽകിയിരിക്കുന്നത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ കൂടെ ഈ ചിത്രം കാണാനുള്ള അനുമതിയാണ് ഈ റേറ്റിംഗ് പറയുന്നത്. ചിത്രത്തിൽ ചെറിയ ലൈംഗിക പരാമർശങ്ങളും വിവേചനവുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭാഷണങ്ങളുമുള്ളതായി BBFC വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് സിനിമയുടെ റിലീസിനെ ബാധിക്കുന്നില്ലെന്നാണ് വിലയിരുത്തൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.